പിന്നെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം കഴിഞ്ഞ തവണ കാഴ്ചവെച്ച രീതിയിൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അത് ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയ ഫാസിസത്തിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇവിടെ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീരുമാനിച്ച എൻ്റെ പാർട്ടിയോടും ആ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആദ്യം തന്നെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ 2 മാസക്കാലത്തോളം ഈ മണ്ഡലത്തിൽ ഇതിൻ്റെ എല്ലാ മേഖലകളിലും പല തവണയായി പല വിഭാഗം ജനങ്ങളെയും കാണുകയും അവരുമായൊക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്ത എന്നെ ആ രീതിയിൽ ഇത്രയേറെ സന്തോഷത്തോടെ സ്വീകരിച്ച, വോട്ട് ചെയ്യുക അത് അവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ട്, അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഇത്രയും സൗഹാർദ്ദപൂർവ്വം എന്നെ സ്വീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എൻ്റെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ വരെ വന്നിട്ടുള്ള പൊതുവായ റിസൾട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റുകൾ കൈയടക്കുന്നതിൽ നിന്നും പിടിച്ച് നിർത്താൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷത്തെ കൂടി ായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഒരു വിവരം കൂടി വരുന്നുണ്ട്. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി BJP വാഗ്ദാനം ചെയ്തേക്കും, നായിഡുവിനെ കൂട്ടുനിർത്താൻ. ഒപ്പം നിതീഷിനെ നിതീഷിന് വിലയാണ്, പൊന്നും വിലയുള്ള നേതാവായി നിതീഷ്. എന്താണ് എന്ത് കൊടുക്കാൻ തയ്യാറാണ് BJP സർക്കാർ എന്ത് കൊടുക്കാൻ തയ്യാറാണ് നിതീഷ് കുമാറിനും. അടൂർ പ്രകാശിന്റെ ലീഡ് വീണ്ടും 794 കുറഞ്ഞു. അടൂർ പ്രകാശിന്റെ ലീഡ് 790. അത് തീരുമാനം എടുക്കുമോ ആരെങ്കിലും? അത്ര നേരമായി നമ്മൾ അല്ല, എന്തെങ്കിലും നമുക്കൊന്ന് കഴിഞ്ഞിട്ട് പോണ്ടേ? പ്രേക്ഷകരൊക്കെ അസ്വസ്ഥമായി തുടങ്ങി. അല്ല, നിങ്ങൾക്കൊരു ഇതുണ്ട് കേട്ടോ, ഒരു പ്രേക്ഷകർ എഴുതിയേക്കുക, നിങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കണം. കാര്യം മറ്റു രണ്ടുപേരും ചെറുപ്പക്കാർ, അതേ നിൽക്കുന്ന 2 ചെറുപ്പക്കാർ. എന്റെ അമ്മോ വിജയകുമാർ, നമുക്ക് നാഷണൽ ടാലി ഒന്നുകൂടെ പറഞ്ഞാലോ? ഒരു ശക്തി വരട്ടെ. ഇന്ത്യ 2-3-2. അപ്പൊ UDF 1-8, LDF 1. ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ശക്തിക്ഷയം സംഭവിക്കും. ആറ്റിങ്ങിലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് പോകാൻ. കടയടക്കാൻ അല്ലേ? കടയടക്കാനല്ല, തൽക്കാലം ആവശ്യമില്ലാത്തൊക്കെ നാവിൽ വരിക അല്ലേ? തീർച്ചയായിട്ടും ഇത് അടപ്പിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നേ. നമുക്ക് പല പടി അറിഞ്ഞൂടെ? അല്ല, വിജയന് കമുങ്ങേറ്റം അറിയാവോ? അറിയത്തില്ല. പേപ്പട്ടി കടിക്കാൻ ഒഴിയാ പോലെ എനിക്ക് കവുങ്ങി കയറാൻ പറ്റൂല. വിജയം പഠിക്കണം കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.